Another example for magnetic force, electromagnetic force, is the cycloid motion. So here consider a charge which is moving in a transverse electric and magnetic fields. Means the charge is moving, or its velocity v is perpendicular both to electric and magnetic fields. Suppose initially the charge is at rest at the origin, magnetic field is in this direction, x direction, electric field അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ z ഡയറക്ഷനിലാണ്. ഇനി ഇതിൻ്റെ മോഷനാണ്. ഇനീഷ്യലി ചാർജ് ക്യൂ ഇവിടെയാണെന്ന് വിചാരിക്കുക. ക്യൂ പോസിറ്റീവ് ചാർജാണ്, ക്യൂ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രജക്ടറി, എങ്ങനെയാണ് ഇതിൻ്റെ മോഷൻ, ഈ ചാർജിൻ്റെ ട്രജക്ടറിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ചാർജ് റെസ്റ്റ്, ഇനീഷ്യലി ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ എന്തുണ്ടാവില്ല, ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ക്യൂ ഇ പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സ് ക്യൂ വി ക്രോസ് ബി, എഫ് ഇ ആൻഡ് എഫ് എം. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി സീറോ ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല, പക്ഷേ എന്തുണ്ടാവും, ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. ഇലക്ട്രിക് ഫോഴ്സ് എങ്ങോട്ടാണ്, ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ചാർജ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. ഈ ചാർജ് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതല്ലെങ്കിൽ ഈ ചാർജ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല, വെലോസിറ്റി ഇനീഷ്യലി സീറോ ആയതുകൊണ്ട്. ഇനി ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടാവും, വെലോസിറ്റി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാവും, അതിൻ്റെ കൂടെ ആരും കൂടെ വരും, മാഗ്നറ്റിക് ഫോഴ്സും കൂടെ ആക്ട് ചെയ്യാൻ തുടങ്ങും. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ വി ക്രോസ് ബി. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ഡയറക്ഷൻ ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ദിസ് ഈസ് വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് റൈറ്റിലേക്ക് ആയിരിക്കും എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രാജക്ടറി ഒന്ന് ബെൻഡ് ചെയ്യുകയാണ്. ഇനി ഇങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഇതാണ് വെലോസിറ്റി ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലിലേക്ക്, നമ്മൾ നേരത്തെ സൈക്ലോട്രോണൊക്കെ കണ്ട പോലെ തന്നെ അതിൻ്റെ സെൻട്രലിലേക്ക് വരാണ്. അപ്പോൾ അതിനെ കർവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇനി അത് എന്തുണ്ടാവും, അങ്ങനെ കർവ് ചെയ്ത് വീണ്ടും ആൻറ്റി ഫോഴ്സ് ആക്ട് ചെയ്ത് അതിനെ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരാൻ തുടങ്ങും. അതിനെ കർവ് ചെയ്ത് ഈ ഡയറക്ഷനിൽ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയാൻ തുടങ്ങും. കുറഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും അതിന് ഫോഴ്സ്, അതിന് ഓപ്പോസിറ്റായിട്ട്, അതിൻ്റെ മോഷൻ ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് കൊടുത്ത് അത് ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ അത് റെസ്റ്റിലേക്ക് വരാണ്. ഈ ഒരു ഡിസ്റ്റൻസ് എ ആണെന്ന് വിചാരിക്കുക. എ ഡിസ്റ്റൻസിൽ അത് റെസ്റ്റിൽ വരാണ്. ഇനി എന്താണ്, ഇവിടെ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തില്ല, മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല, പിന്നെ വീണ്ടും ആര് വരും, ഇലക്ട്രിക് ഫോഴ്സ് വരും. ഇലക്ട്രിക് ഫോഴ്സ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്, പിന്നെ വീണ്ടും അതിനെ ഈ ഡയറക്ഷനിൽ കൊണ്ടുപോകും. മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആര് വരും, മാഗ്നറ്റിക് ഫോഴ്സ് വി ക്രോസ് ബിയും കൂടെ വരും. വി ക്രോസ് ബി അതിനെ കർവ് ചെയ്യും. ഇതേ കാര്യം തന്നെ ഈ ഒരു പാത്ത് തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് വീണ്ടും ഈ ഒരു ഡിസ്റ്റൻസ് എ ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ 2a ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ 2a ഡിസ്റ്റൻസ്, ഇതേ ഒരു പാത്താണ് വരുന്നത്. വീണ്ടും ഇവിടെ റെസ്റ്റിൽ വരും. വീണ്ടും ഇലക്ട്രിക് ഫോഴ്സ് അതിനെ കൊണ്ടുവന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് അതിനെ കർവ് ചെയ്ത് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവന്നു. അതിൻ്റെ സ്പീഡ് കുറയുന്നു. വീണ്ടും അത് വൈ ആക്സിസിലേക്ക് തന്നെ വരുന്നു, 3a എന്നുള്ള പൊസിഷനിൽ. അപ്പോൾ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് സൈക്ലോയിഡ് മോഷൻ. സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിളിൻ്റെ റിമ്മിൽ, നിങ്ങളുടെ സൈക്കിളിൻ്റെ റിമ്മിൽ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിള് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് ഈ ഒരു ഷേപ്പിലായിരിക്കും. അത് നമ്മൾ സൈക്കിളിൻ്റെ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ഒരു സർക്കുലർ പാത്തായിരിക്കും നോക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡോട്ടിനെ മാത്രം, നിങ്ങൾ വീലിലൊരു ഡോട്ട് ഇട്ട് നോക്കുകയാണെങ്കിൽ ആ ഡോട്ട് സൈക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു പാത്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അതിനാണ് സൈക്ലോയിഡ് മോഷൻ എന്ന് പറയുന്നത്. ഇതിനെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. സൈക്ലോയിഡിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഇക്വേഷനൊക്കെ ആയിട്ട് അതിൻ്റെ പ്രൂഫ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. Now another important thing regarding magnetic force is that magnetic force do no work. നമുക്കതൊന്ന് വാല്യൂറ്റ് ചെയ്ത് നോക്കാം. വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് FM. സോ വി നോ ഒരു ഇൻഫിനിറ്റെസിമൽ വർക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് DL അത് മൂവ് ചെയ്തെന്ന് വിചാരിക്കുക, ക്യൂ ചാർജ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചെയ്യേണ്ടി വരുന്ന മാഗ്നറ്റിക് ഫോഴ്സിൽ FM ആണ് അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ DW is equal to വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ ലൈൻ F.dl ആണ്. F.dl. ഇനി ഇത് മൂവ് ചെയ്യുന്നത് v വെലോസിറ്റിയിലാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ്
dl is equal to v dt. Distance is equal to velocity into time. dt infinitesimal time interval, infinitesimal length, distance ആണ് മൂവ് ചെയ്യുന്നത്. dl is equal to v dt. So here f is fm. So this is equal to, what is fm? fm is Lorentz force q into v cross b dot dl. dl is v dt. So this is equal to q into v cross b dot v into dt. Now what is v cross b dot v? It is 0. Why? We know v cross b is always perpendicular to both v and v. So this is a vector which is perpendicular to v. So a vector which is perpendicular to v dot v, that will always give you 0. Dot product cos 90 ആണ് വരെ, cos 90 ആണ് 0. So this is equal to 0 means magnetic force do no work. Magnetic force do no work. അപ്പോൾ ഈ കേസിൽ വർക്കൊന്നും ചെയ്യാതെയാണോ അത് മൂവ് ചെയ്തത്? ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചാർജ് റെസ്റ്റിലിരുന്ന ചാർജ് മൂവ് ചെയ്തു. അപ്പോൾ ആരാ വർക്ക് ചെയ്തത്? ഇവിടെ വർക്ക് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്തത്. ഇലക്ട്രിക് ഫീൽഡ്സ് ഇതിനെ മൂവ് ചെയ്തു. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് എന്താ ചെയ്തത്? അതിന് കർവ് ചെയ്തു. മാഗ്നറ്റിക് ഫോഴ്സ് അതിൻ്റെ ട്രജക്ടറി കർവ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ആക്സിലറേഷൻ വരുന്നില്ല, അതല്ലെങ്കിൽ അതിന് ഫോഴ്സ് ഇല്ല. മാഗ്നറ്റിക് ഫോഴ്സിന് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ ചാർജിൻ്റെ ട്രജക്ടറി ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല, അതല്ലെങ്കിൽ വർക്കൊന്നും ചെയ്യുന്നില്ല. ഈ എക്സാമ്പിൾ വർക്ക് ചെയ്തത് മുഴുവൻ ആരാണ്? ഇലക്ട്രിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് അതിൻ്റെ ട്രജക്ടറി കർവ് ചെയ്യുന്ന അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ മാഗ്നറ്റിക് വർക്ക് ഡൺ ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക്.